ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന രാവണേശ്വരം ജംഗ്ഷനിൽ ജലബോംബിന് സമാനമായി വെള്ളക്കെട്ട്. നിർമ്മാണ കമ്പനി അനധികൃതമായി മണ്ണെടുത്തുണ്ടായ വെള്ളക്കെട്ടാണ് ഭീതി പരത്തുന്നത്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം 1 കോടിയോളം രൂപ പിഴയിട്ട വെള്ളക്കെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ കമ്പനി അധികൃതർ നികത്താൻ തയ്യാറായിട്ടില്ല. വികസനത്തിന്റെ വേഗം ദേശീയപാതയിൽ നീളത്തിൽ കുതിച്ചുപായുമ്പോൾ മറന്നുപോകുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടാകുന്ന അപകട സാധ്യതകൾ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് രാവണേശ്വരം ജംഗ്ഷനിലാണ് ജലബോംബിന് സമാനമായി വെള്ളക്കെട്ട്. നിർമ്മാണ കമ്പനി അനധികൃതമായി മണ്ണെടുത്തുണ്ടായ വെള്ളക്കെട്ടാണ് ഭീതി പരത്തുന്നത്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം 1 കോടിയോളം രൂപ പിഴയിട്ട വെള്ളക്കെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ കമ്പനി അധികൃതർ നികത്താൻ തയ്യാറായിട്ടില്ല. നാട്ടുകാരെന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്, ഈ വിഷയം ഇതിനു മുമ്പും കലക്ടറും മേലുദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ ജലബോംബ് ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത LP സ്കൂളാണ്, ഹൈവേ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കലക്ടറടുത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്തിന് മുമ്പ് അവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത് പൂർവ്വസ്ഥിതിയിലാക്കി കാണുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഇവർ അല്പം മണ്ണ് ഇവിടെ കൊണ്ടിടുന്നു, അതുപോലെ തന്നെ മണ്ണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പോഴും പഴയ സ്ഥിതിയിലേക്ക് ആദ്യം തന്നെ ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും അത് അവർ മുമ്പത്തെ സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഈ മൂടേണ്ട സംവിധാനം ജില്ലാ ഭരണാധികാരി ഉണ്ടാക്കണമെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളക്കെട്ടിന് സമീപത്തായി സ്കൂളുകളും ജനവാസ പ്രദേശങ്ങളുമുണ്ട്. അനധികൃതമായ മണ്ണെടുപ്പാണ് വലിയ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം. എന്നാൽ വെള്ളക്കെട്ട് പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്ന നിർദ്ദേശം നിർമ്മാണ കമ്പനി അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് മഴ കനത്താൽ നാടിന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത്. പെരിയയിൽ നിന്ന് സുനിൽകുമാർ, സിറ്റി ന്യൂസ്.